നല്ല ഉറക്കത്തിലാ. ആ പെണ്ണിന് ഒരു കുലുക്കവുമില്ല. ഇവിടെ നിന്ന് വെച്ചാ കല്ലുമോൾ ഉണരും. അതാ ഇപ്പൊ ഉണ്ടാവുക. എടി പെണ്ണെ, നീ മറന്നോ? ഇന്ന് മുത്തിന്റെ ബർത്ത്ഡേ അല്ലേ? ശബ്ദം ഉണ്ടാക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് വാ. ചേച്ചി, പാറക്കുട്ടി എഴുന്നേറ്റോ? പാറക്കുട്ടി എഴുന്നേറ്റിട്ടില്ല. നീ ആ കല്ലുമോൾ ഉണർത്താതെ ആ പെണ്ണിനൊന്ന് വിളിച്ചുണർത്ത്. കല്ലുമാണ് ഉണരുന്നത് അവൾ വെക്കുമ്പോ. ഞാൻ പോയിട്ട് വാതിലൊക്കെ തുറക്കട്ടെ. നീ അവളെ ഇങ്ങോട്ട് വേഗം വാ. ചേച്ചി, പതുക്കെ, ആ കല്ല് ഉണരും. സെൽഫിക്കനെ വിളിക്കാൻ പോകണ്ടേ? അവൻ വന്നോ? ആരും വന്നിട്ടില്ല. പാറുവിനെ കൂട്ടിയിട്ട് വേഗം വാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം എപ്പോ നോക്കിയാലും കഴിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നീ പാറു, എഴുന്നേറ്റ് വാ. അലാറം അടിച്ചു. ശിവേച്ചി, യോ പെണ്ണേ, ആ കല്ലുമോളെ ഉണർത്താതെ വാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ തന്നെ എടുത്തേക്കുന്നേ? ഇന്ന് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഓ മണ്ടച്ചാരേ, അവിടെ വെച്ചിട്ട് വാ. ഇനി ആ വാതിൽ തുറന്ന് അകത്തേക്ക് പോവണ്ട. എല്ലാവരും ഉണരും. നിങ്ങൾ ആ കല്ലുവിനെ ഉണർത്തിയിട്ടില്ലല്ലോ? ഇല്ല ചേച്ചി. എത്ര നേരെ കാത്തിരിക്കണു. ഓനെ ഇനി കാണാനില്ല. വലിയമ്മ ഇപ്പൊ നീച്ചു നിസ്കരിച്ചാന്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണണ്ട. എന്തായാലും സംശയാവും. ഇട്ടത്ത് പോവാന് വലിയമ്മ അയക്കൂല. കുഞ്ഞിപ്പാത്ത അവിടെ തന്നെ കാത്തിരിക്കണോ? ജമ്മീ, ഞാൻ പേടിച്ചു. മൂന്നാളും മുണ്ടാതെ വന്ന് നിന്നിട്ട്. അതിനല്ലേ എന്നോട് ഞാൻ ചിരിച്ചത്? ഇജ്ജയിന് എന്റെ പല്ല് കാട്ടാതല്ലേ ചിരിച്ചത്? അപ്പൊ പിന്നെ ഇച്ചിങ്ങനെ കാണാനാ? അപ്പൊ ഞാൻ വിളിച്ചിട്ടല്ലാന്നല്ലേ ഇജ്ജ് പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചി, ആ പെണ്ണുങ്ങൾ ഇപ്പൊ എല്ലാരും ഉണർത്തും. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ട്ടോ. എന്താ ഈ പെണ്ണി, നീ എല്ലാവരും ഉണർത്തുവോ? ഞാനൊന്നും ഉണർത്തൂല. എന്നോട് വഴക്കിന് വന്നത് പാർക്കുട്ടിയാ. അയ്യോ മിണ്ടില്ലേ. സെൽഫിക്കനെ വിളിച്ചിട്ട് വാ. ഞാൻ വിളിച്ചോണ്ടാ സെൽഫിക്കറിനെ. വേണ്ട, നീ പോവണ്ട. കുഞ്ഞിപ്പാത്ത് പൊയ്ക്കോളും. നിങ്ങൾ രണ്ടുപേരും പോയാലേ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കും. ഇല്ല ചേച്ചി, ഞങ്ങൾ പോട്ടെ. അവിടെ പോയി രണ്ടും പേരെ കോളാക്കാൻ നിൽക്കരുത്. ഞങ്ങൾ കോളാക്കൂല. നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് കോളാക്കാതെ നോക്കിക്കോ. ആരെങ്കിലും കണ്ടാലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്ലുകൊണ്ട് ഏറ് കിട്ടും. കള്ളന്മാരാണെന്ന് വിചാരിച്ച് രണ്ടും പാടെ കൂടി നമ്മുടെ പ്ലാൻ എല്ലാം പൊളിക്കുവോ? അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാം. കോഴി കുക്കിയോ? ഇത് പച്ചോനെ, ഞാൻ ഇന്നിപ്പോ ഉറക്കത്തെ പെട്ടു. നേരത്തെ അറിഞ്ഞില്ല.
ചേച്ചി, ആരോ കതക് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ശിവ. ചിലപ്പോ പാറും സെൽഫിക്കുമായിരിക്കും. എന്തായാലും ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അമ്മോ, കുൽസി ടീച്ചറെ. ആ മൂന്നെണ്ണത്തിനെയും ടീച്ചർ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടാവോ? അവര് പിടിച്ചിട്ടുണ്ടാവും. അതെ അതെ, അപ്പൊ നമ്മളെ തെരഞ്ഞുള്ള വരവാവും. ഉറപ്പായി നമ്മൾ തെരയുന്നത് തന്നെയാ. ചേച്ചി, നമുക്ക് ഓടാം. അത് ശരി, ഇന്നലെ കോഴിക്കോട് അടച്ചിട്ടില്ലേ? വെറുതെ അല്ല ഓര് കടന്ന് തൊള്ളയിട്ടിരുന്നത് നേരത്തെ. ഇനിയിപ്പോ ഏതായാലും അടച്ചിട്ടെന്താ കാര്യം? ഓർക്ക് പുറത്തേക്ക് കാണാനായില്ലേ? ആ ചെറുക്കനോട് ഞാൻ ഇരുട്ടാണതിന് മുന്നേ അതൊന്ന് അടക്കുമെന്ന് പറഞ്ഞതാണ്. ചെറുക്കനും കണക്കാ, ചെറുക്കന്റെ ഉമ്മയും കണക്കാ. പിന്നൊരു പെണ്ണുണ്ട്, അതിന്റെ കാര്യം പറയും വേണ്ട. ഇതിപ്പോ രാവിലെ തന്നെ പെരുപെരുത്തോണ്ട് എങ്ങോട്ടാ? ചേച്ചി, നമ്മൾ തെരയുന്നതാവും. ആ സെൽഫിക്കറും പാറും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മുത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ആ, അപ്പൊ കോച്ച് ടീച്ചർ ഒന്നും പറയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒറ്റത്ത് ഇറങ്ങി നടക്കുന്നത് ഇഷ്ടാവൂല. അതെ, അതിന് എന്തായാലും ചീത്ത കേൾക്കും. ആ കുരിപ്പുകൾ എന്നിട്ട് കാണാനില്ലല്ലോ. ഭാഗ്യം കോച്ച് ടീച്ചർ വെള്ളം കോരിയാണ്. ഹാവൂ, അപ്പൊ സമാധാനായി, നമ്മളെ തെരഞ്ഞു വന്നതല്ല.